എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണേ. നിങ്ങളിത് കാണണം ഗേസ്. എൻ്റെ വണ്ടിയുടെ അവസ്ഥ കണ്ടോ? വണ്ടി ഒരു പോസ്റ്റ് പോയിട്ട് ഒരൊറ്റ ഇടിച്ചിട്ട് വണ്ടിയുടെ ഫ്രണ്ടും ആകെ പൊട്ടി നാശമായി. എന്തായാലും ഈ വണ്ടി എടുത്തിട്ട് 10 വർഷം തികഞ്ഞിട്ട് പുതിയ വണ്ടി എടുക്കാൻ വേണ്ടി ഇരുന്നതാണ് ഞാൻ. 2015 എടുത്ത വണ്ടിയായിരുന്നു ഇത്. അപ്പോൾ 2025 ആകുമ്പോൾ പുതിയ വണ്ടി എടുക്കാമല്ലോ എന്നുള്ള എൻ്റെ ആലോചനയെ തകിടം മറിച്ചുകൊണ്ട് വണ്ടി പോസ്റ്റ് പേടിച്ചു. അങ്ങനെ നമ്മൾ പുതിയ വണ്ടി നോക്കാൻ വേണ്ടി ഇത് TVS വന്നിരിക്കും കേട്ടോ. നമ്മുടെ മനസ്സിൽ 2 ഓപ്ഷൻ ഉണ്ടായിരുന്നത്, ആക്സസ് അല്ലെങ്കിൽ TVSൻ്റെ ജൂപ്പിറ്റർ. അപ്പോൾ ആക്സസിൻ്റെ ഷോറൂം കുണ്ടന്നൂരുണ്ടെന്ന് പറഞ്ഞ് നോക്കിയിട്ട് കാണാത്തതുകൊണ്ട് നമ്മൾ നേരെ ജനതയിലുള്ള TVSൻ്റെ ഷോറൂമിലേക്ക് പോയി. അവിടെ പോയിട്ട് ജൂപ്പിറ്റർ ആയിരുന്നു മനസ്സിലുള്ളതുകൊണ്ട് ജൂപ്പിറ്ററിന് നോക്കിയത്. ജൂപ്പിറ്ററിൻ്റെ പുതിയ മോഡലാണ് ഈ ബ്ലൂ ആണ് നമ്മൾ ബുക്ക് ചെയ്തത്. പിന്നെ ഈ ഒരു കളറാണ് ഉള്ളത്. അത് അവരവിടെ വെച്ചിട്ടില്ല, അവർ വേറെ സൈഡിലാണ് വെച്ചേക്കണം. ബ്ലൂ ആണ് കുറച്ച് ലുക്കുള്ളത്. അങ്ങനെ വണ്ടിയൊക്കെ നോക്കിയിട്ട് പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തന്നു. പിന്നെ അതിൻ്റെ ലോണിൻ്റെ ഡീറ്റെയിൽസ് ജസ്റ്റ് ഞാൻ ചോദിച്ചു. കാരണം നമുക്കൊരു കമ്പാരിസൺ വേണമല്ലോ, അതിന് വേണ്ടിയിട്ട് ചോദിച്ചു. അപ്പോൾ ലോണിന് നോക്കുമ്പോഴത്തേക്കും നമുക്ക് നഷ്ടമാണ്. ഒരു 10-35,000 രൂപ നമ്മൾ പലിശയിൽ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് ഞാനെന്നാൽ റെഡി പേയ്മെൻറ്റ് കൊടുത്ത് എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഈ ജന്തു, ബോബിന് മുകളിലെ പട്ടി നടക്കണ പോലെ പുറകെ നടക്കണ ഈ ജന്തു അവിടെ ഇരുന്ന് ഫോണും നോക്കി കിണ്ണരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കഷ്ടകാലത്തിന് ഒരു വീഡിയോ എടുത്ത് തരുമോ, എനിക്ക് യൂട്യൂബിലിടാനെന്ന്. മകനാണത്രേ മകൻ. ഇവനെയൊക്കെയാണോ മകൻ എന്ന് പറയുന്നത്? അവനെ നല്ല ആട്ടാട്ടിയിട്ട് പറയുവാണ്. എന്നാലും ഇങ്ങനെയൊക്കെ പറയാമോ ഗൈസ്? എന്നോട് പറയുവാണ്, ഉമ്മാടെ വീഡിയോ ഞാൻ ചുമ്മാ എടുത്തു തന്നേ ഉള്ളൂ, ഇതൊന്നും ആരും കാണൂല, ഉമ്മാടെ ഒരു സന്തോഷത്തിന് വേണ്ടി ചുമ്മാ എടുക്കുന്നതേ ഉള്ളൂ എന്ന്. അപ്പം ഞങ്ങളിപ്പോൾ കണ്ട പയ്യനില്ല, അവനാണ് നമുക്ക് വണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതും നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാക്കി തന്നത് അവനാട്ടോ. അവൻ്റെ പേരെന്താണെന്ന് ഞാൻ മറന്നുപോയി. എന്തെങ്കിലും ആവട്ടെ. അങ്ങനെ ഈ ആട്ടിയ ജന്തു അവിടെ ഇരുന്ന് പട്ടിച്ചോ കാണിച്ചപ്പോൾ ഞാൻ അവൻ്റെ വീഡിയോ ഒന്നെടുത്ത് അവനെ നാട്ടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ വീണ്ടും അവൻ എന്നോട് ലോണിൻ്റെ കാര്യങ്ങളും വണ്ടിയുടെ ഫീച്ചേഴ്സും പിന്നെ ഞാൻ അതിൻ്റെ ഫിഗറൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇൻഷുറൻസിൻ്റെ ഡീറ്റെയിൽസ് അതൊക്കെ ആ പയ്യൻ നല്ല അസലായിട്ട് പറഞ്ഞു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് വണ്ടിയൊക്കെ ബുക്ക് ചെയ്ത് പോരാൻ വേണ്ടി ഇറങ്ങി. അങ്ങനെ അവിടുന്ന് ഇറങ്ങി പോന്നു. വണ്ടി ബുക്ക് ചെയ്തിട്ട് പോന്നു. ഒരാഴ്ച കഴിഞ്ഞാൽ വണ്ടി കിട്ടുള്ളൂ. നമ്മൾ ബുക്ക് ചെയ്ത് 1 വീക്ക് കഴിഞ്ഞിട്ടേ കിട്ടുള്ളൂ. എന്നിട്ട് ഞങ്ങൾ പിന്നെ എന്നപ്പോൾ വീട്ടിലേക്ക് പോരാൻ പോരുന്ന വഴിയാണിത്. അപ്പം ഞാൻ ഇവനിട്ടൊരു പണി 8ൻ്റെ കൊടുക്കണമല്ലോ, ഇവന് എനിക്കിട്ട് പണിയാൻ ശ്രമിക്കുക. അപ്പം ഈ പൊട്ടിയ വണ്ടി നന്നാക്കി ഇവന് കൊടുക്കാൻ തീരുമാനിച്ചത്. അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോകണം. വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത്. ഈ തെണ്ടിക്കിട്ടൊരു പണിയെന്ന് ഞാൻ കൊടുക്കും.